ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രസേനനെ തല്ലിയിരിക്കുകയാണ് നമ്മുടെ ഗംഗപ്രസാദ് കൊല്ലാൻ വേണ്ടി വന്നതാണ്. പക്ഷേ രൂപ തോക്കെടുത്തത് കൊണ്ട് മാത്രമാണ് തലനാരിഴക്കി ചന്ദ്രേട്ടൻ രക്ഷപ്പെട്ടത്. എന്തായാലും അതിനുശേഷം കിരണും കല്യാണി അവിടേക്ക് ഓടിയെത്തുകയാണ്. അവർ കാര്യങ്ങൾ തിരക്കി നേരെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗംഗപ്രസാദ് അല്ലേ ആള്, അവന് ബുദ്ധി ഇത്തിരി കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവുന്നില്ല. ആളെ തിരിച്ചറിയാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ജെറിയിൽ നല്ല സംശയമുണ്ട് നമ്മുടെ കിരണിനാണെങ്കിലും. ജെറി ഇടയ്ക്കിടയ്ക്ക് കിരണിനെ കാണാൻ വേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെയും വന്ന് തളർന്ന് കിടക്കുന്ന കിരണിനെ കണ്ട് മനസ്സിലൊക്കെ സന്തോഷം ഒളിപ്പിച്ച് വെച്ച് ദുഃഖമൊക്കെ അഭിനയിച്ച് അങ്ങനെ വീണ്ടും അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് കല്യാണി അവൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ജെറി അങ്ങ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്താ കല്യാണി എന്നെ ഫോട്ടോ എടുക്കുകയാണെന്ന് പറയുമ്പോൾ ഇല്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെടുകയാണ്. എന്തായാലും അവർക്ക് നല്ല സംശയമുണ്ട്. ജെറി വിക്രത്തിന്റെ ഒക്കെ ആയിട്ട് ഇവരെ ചതിക്കാൻ വേണ്ടി വന്നതാണെന്നാണ്. പക്ഷെ അച്ഛനെ കൊലപ്പെടുത്താൻ നോക്കിയത് ഇവനാണെന്ന് അപ്പോഴും അവർക്ക് വലിയ സംശയമൊന്നുമില്ല. അവനെ ഉറപ്പിക്കാനൊന്നും പറ്റുന്നില്ല. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന ദിവസം നമ്മുടെ കല്യാണിയും അതുപോലെ കാർത്തികയും കൂടിയിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് പോവുകയാണ്. അതേ ടെക്സ്റ്റൈൽസിൽ കാർത്തികയെ ഫോളോ ചെയ്തെത്തുകയാണ് ഗംഗപ്രസാദ്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെട്ടതുപോലെ ഇപ്രാവശ്യം രക്ഷപ്പെടാന്ന് തന്നെയാണ് ഗംഗപ്രസാദ് കരുതുന്നത്. അങ്ങനെ ഒരു മാസ്ക് ഒക്കെ ധരിച്ച് അതുപോലെ തന്നെ അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കല്യാണി പുറകെ ചെന്ന് തട്ടുകയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കല്യാണി കൂടെ നമ്മുടെ കാർത്തികയുമുണ്ട്. അപ്പോൾ ഗംഗപ്രസാദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ അവിടുത്തെ സ്റ്റാഫുകൾ അതുപോലെ മറ്റുള്ള ആൾക്കാരെല്ലാവരും ചേർന്ന് അവനെ പിടിച്ചു നിർത്തുകയും അവൻ്റെ മുഖത്ത് ആ മാസ്ക് ബലം പ്രയോഗിച്ച് അഴിച്ചു മാറ്റുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് കല്യാണി അവൻ്റെ മുഖം കണ്ടു ഞെട്ടുന്നത്. ജെറി ജോൺ ആണ് അത്. അപ്പോൾ ഇവനാണ് എൻ്റെ ഏട്ടൻ എന്ന് നമ്മുടെ കാർത്തിക തറപ്പിച്ച് പറയുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് കല്യാണി. എന്തായാലും അവിടെ നിന്നും ആ സമയത്ത് ഗംഗപ്രസാദ് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ കിരണിന് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അച്ഛനെ കൊലപ്പെടുത്താൻ നോക്കിയതും തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും ഒക്കെ ഇവൻ തന്നെയാണ്, ഈ ഗംഗപ്രസാദ് തന്നെയാണ്. എന്നിട്ട് തൻ്റെ മുന്നിൽ ഒരു രക്ഷകനായി അവതരിച്ച് ഒരു നാടകം കളിക്കുകയായിരുന്നു എന്ന് കിരണിന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും കിരണാണെങ്കിൽ അവനെ കൊല്ലണമെന്നുള്ള ഒരു വല്ലാത്തൊരു വാശിയോട് കൂടി തന്നെയാണ് അങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഗംഗപ്രസാദിന് ഇപ്പോഴും അറിയില്ല കിരണിന് ഒരു കുഴപ്പവുമില്ല എന്ന് ഇപ്പോഴും അറിയില്ല. അങ്ങനെ സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. അതേ സമയത്ത് അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക തന്നെയാണ് നമ്മുടെ കിരൺ ഗംഗപ്രസാദിനെ അടിച്ചു വീഴ്ത്താനായിട്ട്. എന്തായാലും അങ്ങനെ ഒരു പ്രൊമോ ഒക്കെയാണ് വന്നിട്ടുള്ളത്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ മനോഹരനെ എല്ലാവരും ചേർന്ന് കല്യാണരാമനെ എല്ലാവരും ചേർന്ന് 8ന്റെ പണിയിട്ട് പൂട്ടുന്നുണ്ട്. അവൻ വന്ദനയെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അത് വന്ദനയല്ല വരുണായി മാറുന്നതും അതുപോലെ ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ നാടകമാണ് ഇതെന്നൊക്കെ ആ ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടായിരിക്കും മനോഹർ അറിയുന്നത്. അതുപോലെ തന്നെ തൻ്റെ പൈസ ഒരുപാട് പൊട്ടിക്കുന്നുണ്ട് മനോഹർ. പിന്നെ തന്നെയല്ല വന്ദനയെ, അതായത് വരുൺ അതേ പന്തലിൽ വിവാഹം കഴിക്കുന്നത് നിതയെയും ആയിരിക്കും. അതൊരു വല്ലാത്ത ഷോക്ക് തന്നെയാണ് നമ്മുടെ മനോഹറിന് കിട്ടാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.